നമ്മളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ വണ്ടി. ഇനി കൊടൈക്കനാലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വണ്ടി ഇതുകൊണ്ടേ പോകുന്നു. ബൈ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ഇടുന്നത് അല്ലേ. അതായത് ഇന്ന് വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം വെച്ചാൽ നമ്മൾ കൊടൈക്കനാലിലാണ് ലാസ്റ്റ് നമ്മൾ വീഡിയോ നിർത്തിയത്. അപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് ഞങ്ങൾ നേരെ കൊല്ലങ്കോട് പോയി വീട്ടിൽ പോയിട്ട് 2 ദിവസം വീട്ടിലായിരുന്നു. വീട്ടിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ വീണ്ടും കൊടൈക്കനാലിൽ പോട്ടോ. കൊടൈക്കനാലിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കൊടൈക്കനാലിൽ ഒരുപാട് പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ഹോം സ്റ്റേ ഒക്കെ എടുത്ത് നടത്താനുള്ള പ്ലാനിലൊക്കെ ആയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. അതെല്ലാം സെറ്റായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ നമുക്കൊരു പുതിയൊരു വണ്ടി കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു സുഹൃത്ത് യൂറോപ്പിലുള്ള ഒരു പുള്ളിയുടെ വണ്ടിയാണ്, ഒരു ലൈലാൻഡിൻ്റെ വണ്ടി. അപ്പോൾ ആ വണ്ടി പുള്ളിക്ക് അവിടെ നിന്നുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ മാനേജ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ലോഡും കാര്യങ്ങളൊക്കെ പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് മാനേജ് ചെയ്യുന്ന ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരെ വീട്ടിൽ നിന്ന് സാധനമൊക്കെ എടുത്തിട്ട് നേരെ കൊടൈക്കനാലിലോട്ട് തിരിച്ചു പോകുമ്പോൾ ആ വണ്ടി തിരുനെൽവേലിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി കൂടെ കണ്ടിട്ട് ഞങ്ങൾ പോവാം. അപ്പോൾ അങ്ങ് ആ വണ്ടി കൂടെ കാണിച്ചു തരും. അതാണ് നമ്മൾ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ കൊടൈക്കനാലിൽ ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട്, നമ്മളെ ഒരു ഹോം സ്റ്റേയുടെ ഒരു പരിപാടി ഉണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ദൂരെ നമ്മളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. തിരുനെൽവേലിയിൽ നിന്ന് ഇന്നലെ രാത്രി പുറപ്പെട്ട വണ്ടിയാണ്. ബ്രോ ഇതാണ് കേട്ടോ വണ്ടി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിപ്പം മാനേജ് ചെയ്യുന്ന വണ്ടി അല്ലേ. ഡ്രൈവിംഗ് വിട്ടിട്ട് മാനേജ് ചെയ്യുന്ന വണ്ടിയാണ്. നല്ല രസമുണ്ടല്ലേ. അശോക് ലൈലാൻഡിൻ്റെ പുതിയ വണ്ടിയാണ് കേട്ടോ. ഒരു വണ്ടിയേ ഉള്ളൂ, ഇനിയും കുറേ വണ്ടികളൊക്കെ വാങ്ങിക്കാനുള്ള പ്ലാനുണ്ട്. അപ്പം നമ്മളായിരിക്കും അതിൻ്റെ മാനേജിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതെന്ന് പറയുന്നത് അശോക് ലൈലാൻഡിൻ്റെ ബോസാണ് കേട്ടോ. 12 ടണ്ണ് പാസിങ് വണ്ടിയാണ്. നമ്മൾ ഡ്രൈവറെ പുള്ളിക്കാരന് ഭയങ്കര ചമ്മല്, അതുകൊണ്ട് പുള്ളി വീഡിയോയിൽ വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വണ്ടി കാണിക്കാം. കിടിലോ ലുക്കല്ലേ വണ്ടിയല്ലേ, സൂപ്പർ കേട്ടോ. പുതിയ വണ്ടിയായിട്ടാണ്, നല്ല ഫ്രഷായിട്ടുണ്ട്. ഇത് 20 അടിയാണ് കേട്ടോ. 20 അടി നീളം. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. 20 അടി നീളമുള്ള വണ്ടിയാണ്. പിന്നെന്താ പറയുക, അതാ ഹൈവേയിൽ നമ്മൾ നിൽക്കുവാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി ലോഡ് ഉണ്ട് കേട്ടോ. ഇത് പേപ്പറിൻ്റെ ലോഡാണ്. ഇതും കൊണ്ടാണ് പോകുന്നത്. സ്ലീപ്പർ ക്യാബിനുള്ള വണ്ടിയാണ്. പിന്നെന്താ പറയുക, അതുകൊണ്ട് ഫുള്ള് ലോഡൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഓൾ ഇന്ത്യ പെർമിറ്റൊക്കെ ഉള്ള വണ്ടിയാണ്. ഈ സൈഡാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത്, പെട്ടിയൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ലൈലാൻഡ് ഫുള്ള് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നേവരെ ഈ വണ്ടി ഓടിച്ചിട്ടില്ല ലൈലാൻഡിൻ്റെ. അപ്പോൾ അതെനിക്കൊന്ന് ഓടിച്ച് നോക്കുകയും ചെയ്യാം. എന്തായാലും നമുക്കിന്ന് വണ്ടി ഒന്ന് കാണണമെന്ന് വിചാരിച്ചു തന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വണ്ടി മാനേജ് ചെയ്യുമ്പോൾ ആ വണ്ടി ഒന്ന് കണ്ടിരിക്കണമല്ലോ. കൊള്ളാമല്ലേ, ഇഷ്ടപ്പെട്ടാ? നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പം നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം. പുള്ളിക്കാരൻ വരുന്നില്ല. അപ്പോൾ പുള്ളിക്ക് നമ്മളെ കാർ കൊടുത്തിട്ട് പുള്ളി കാറ് ഓടിച്ചുകൊണ്ട് വരും. ആ സമയം കൊണ്ട് ഞാനും ആതിരയും കൂടി ലോറി കയറിയിട്ടെ നമുക്ക് കുറച്ച് ദൂരമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറാം. അപ്പോൾ നമ്മൾ തൊണ്ടേ വണ്ടിക്കകത്ത് കയറി. കൊള്ളാമല്ലേ. അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ല പുതിയ വണ്ടിയാണ് കേട്ടോ. നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. ഏഷ്യർ ആണെങ്കിൽ ഇത്രയും സ്പേസ് ഇല്ല കേട്ടോ. ബെഡും കാര്യങ്ങളൊക്കെ നിനക്ക് നല്ല സുഖം ചാരി ഇരിക്കാം അല്ലേ. നല്ല ചെയറും പിന്നെ ഉണ്ടോ ഇവിടെ നല്ല, അതുകൊണ്ട് വലിയ ചൂട് അറിയത്തില്ല കേട്ടോ. അത്യാവശ്യം ഞാൻ വെച്ച് നമ്മളെ ഏഷ്യറിന്റെ ക്യാബിന് ഇത്രയും സ്പേസ് ഇല്ല. ആണോ, ഇത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം 2 പേർക്കൊക്കെ വേണമെങ്കിൽ കിടക്കാം അല്ലേ. നല്ല സ്പേസ് ഉണ്ട്. കണ്ടോ മുകളിലാണ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം. അത് ലൈലാൻഡിൻ്റെ തന്നെ കേട്ടോ. അശോക് ലൈലാൻഡിൻ്റെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണുള്ളത്. നല്ല വൃത്തിയായിട്ടുണ്ട് പുതിയ വണ്ടി. ഇത് 6 സ്പീഡാണ് കേട്ടോ ഗിയർ. നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളെ മച്ചാൻ കൊണ്ടു കിടക്കുന്നുണ്ട്. കൊച്ചിക്കാരനാണ് കേട്ടോ നമ്മളെ വണ്ടി ഓടിക്കുന്നത്. പുള്ളി വരുന്നില്ല വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഞാൻ വണ്ടി എടുക്കട്ടെ എന്നാ. വണ്ടി എടുത്ത് നമുക്ക് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കാമല്ലോ എന്തായാലും. ഇത് ആപ്പാടെ ലൈലാൻഡിൻ്റെ ശബ്ദം കേട്ടിട്ട് കുറേ നാളായി അല്ലേ. ലൈലാൻഡിൻ്റെ ആ സ്റ്റാർട്ടിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ലൈലാൻഡിൻ്റെ ഗിയറൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ എന്താ പറയുക, ഇതാകെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് എവിടെ അറിയോ, ഇപ്പുറ സൈഡ് കേട്ടോ. മറ്റേ നമുക്ക് ഇവിടെ അല്ലേ വരുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇപ്പുറ സൈഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ എടുക്കാം. പുള്ളി എൻ്റെ പുറകെ വന്നോളൂ. ലൈലാൻഡിൻ്റെ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. ഗിയർ ഒന്ന് ശരിയാകുന്നുണ്ട്, നമ്മൾ ഇട്ടല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് കൊള്ളാം കേട്ടോ. ഇത് അടിപൊളി. ഏഷ്യറിനെക്കാളും സുഖമുണ്ട്. ഇത് നല്ല സ്മൂത്ത് വണ്ടി. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല കേട്ടോ. ഈ എന്താ ഇതിൻ്റെ പേരെന്തോ, ബോസ് എന്ന് പറഞ്ഞ വാഹനം നമ്മൾ ഓടിച്ചിട്ടില്ല. ഇപ്പം തന്നെ കുറേ നാളായി. ഇപ്പോൾ 1 മാസത്തിൽ കൂടുതലായി ലോറി ഓടിച്ചിട്ട്.
ലൈലാൻഡ് തന്നെയാണ്. ഇതിന്റെ പാസിംഗ് എന്ന് പറയുന്നത് 12 ടണ്ണാണ്. ഇപ്പോൾ 12 ടണ്ണ് ലോഡുമായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നല്ല ആ ഒരു ഫീലുണ്ട്. വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. വലിയ ചാട്ടമൊന്നും ഇല്ലല്ലേ? അത് നല്ല റോഡുമാണ്, അത് വേറൊരു കാര്യം. ചാട്ടമൊന്നും ഇല്ലാതെ നല്ല പോകാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഈ വണ്ടി ജസ്റ്റ് കയറിയുള്ളൂ. ഇത് ഓടിച്ച് നമ്മൾ സെറ്റാണെങ്കിൽ കുറച്ച് ഓടണം. നമ്മളിപ്പോൾ അതിന് വേണ്ടിയൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ ജോലി എന്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നേരെ കോയമ്പത്തൂർക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മൾ FR8 വഴിയാണ് ഇതിൻ്റെ ലോഡ് പിടിക്കുന്നത്. അപ്പം നമ്മൾ ഫോണിൽ തന്നെ FR8ൻ്റെ ലോഡൊക്കെ പിടിച്ച് നമ്മളെ പുള്ളിക്കാരൻ വണ്ടി ഓടിക്കുമ്പോൾ പുള്ളിക്ക് അതിൻ്റെ ലോഡൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഞാൻ 2 ലോഡ് പിടിച്ചു. ഇപ്പോൾ നമ്മൾ 2 ലോഡ് ചെയ്തു. അതെടുത്ത് അത് ശരിയാ, നമ്മളങ്ങനെ സംസാരിച്ചൊക്കെ പോകും. ബാക്കിൽ ആള് വരുന്നുണ്ട് നമ്മളെ. അപ്പൊ അങ്ങനെ കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ പിന്നെ വലിയ ചൂടില്ല, ഇനിയിപ്പോ ചൂടായി വരും. ചൂടായി വരുമ്പം വണ്ടി മേഖലയിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിലെ. നമുക്ക് എവിടെ നിർത്താന്ന് വെച്ചാല് നമ്മളെ ഈ ലൈലാൻഡിന്റെ മീറ്റർ കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം വരും. വേറെന്നല്ല, ആ പഴയൊരു നമ്മളെ വലിയ വണ്ടിയില്ലേ, നമ്മളെ കറുത്ത വണ്ടി, ആ വണ്ടി ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ലൈലാൻഡ് ഓടിക്കുമ്പോ. അപ്പൊ അതൊക്കെയാണ് കേട്ടോ, നമ്മള് ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്നേ ഉള്ളൂ. ഞങ്ങളിനി കൊടൈക്കനാലിലോട്ടാണ് പോകുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് ഇത് തുറന്നിട്ടാൽ നമുക്ക് അത്യാവശ്യം കാറ്റിട്ട്. പിന്നെ AC ഒന്നുമല്ല വണ്ടി. പിന്നെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിലൊക്കെ അറിയാനും എല്ലാം പറ്റും. 80 ഇത് കട്ടാകത്തുള്ളൂ സ്പീഡ്. ഇത് കൂടുതൽ ഹൈവേയിലാണ് കേട്ടോ ഓടിക്കുന്നത്. നമ്മളെ കേരളത്തോട്ടുള്ള ഓട്ടം കുറവാണ്. തമിഴ്നാട്, ബാംഗ്ലൂര്, അതുപോലെ തന്നെ ഹൈദരാബാദ്, അങ്ങനത്തെ റൂട്ട് ബേസ് ചെയ്താണ് ഓടുന്നത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാറോ, ഇവിടെ നിന്നുണ്ടോ പഴനി 6 കിലോമീറ്റർ അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് പോയി അങ്ങോട്ട് പോയിട്ട് നിർത്തിയിട്ടേ പുള്ളിക്കാരൻ്റെ കൊടുക്കാം. പുള്ളിക്കാരൻ്റെ കൊടുത്തിട്ട് നമുക്ക് അങ്ങ് പോവാം ധാരാപുരം. ഇതിലെ നേരെ കോയമ്പത്തൂരാണ്. പിന്നെ പറഞ്ഞാൽ ഇപ്പൊ 2 ലോഡ് ഞാൻ നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ FR8 എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. FR8 എന്ന് പറയുന്നതാണ് നമ്മുടെ ലോഡ് പിടിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആപ്പിൽ ഓപ്പൺ വണ്ടികൾക്ക് ലോഡ് കുറവാണ്. പക്ഷേ ഞാൻ നോക്കിയ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ 6 വീല് 12 ടൺ വണ്ടിക്ക് അത്യാവശ്യം ലോഡുണ്ട് കേട്ടോ. കുറച്ച് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കോയമ്പത്തൂർ, ഈ 4 സ്ഥലത്ത് ഓട്ടം ഉണ്ട്. അതുകൊണ്ട് ഇത് റൗണ്ട് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൗണ്ട് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, എന്താ അത്യാവശ്യം ഓട്ടം കിട്ടും. എന്നിട്ട് ഇങ്ങനെ ആതിരക്ക് ഇങ്ങനെയൊക്കെ പോകാൻ തോന്നുന്നുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കൊരു ചെറിയൊരു ജോലിയായി, നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം നമ്മൾ വേറൊരു പരിപാടിയും കൂടെ ആയിട്ട് തിരക്കിലാണ്. ഇനി ഒരു വണ്ടി കൂടെ വരാനുണ്ട്, ഒരു ഏഷ്യറിൻ്റെ വണ്ടി. അപ്പോൾ അതും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ ആരെങ്കിലൊക്കെ വണ്ടി ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവർക്ക് അവർക്ക് വണ്ടി ഉണ്ടാവും, അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട് കേട്ടോ. മാനേജറായിട്ട് ഞാനുണ്ട്. അത്യാവശ്യം നമുക്ക് അറിയാമല്ലോ വണ്ടിയുടെ ഇപ്പോൾ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വണ്ടിയുമായിട്ട്. അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി ആയതുകൊണ്ടേ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് 12 വീലാകുമ്പോൾ നമുക്ക് പയ്യല്ലേ പോകാൻ പറ്റൂ. ഇത് നല്ല പറക്കും കേട്ടോ വണ്ടി, സൂപ്പറായിട്ട്, അറിയത്ത് പോലും ഇല്ല. കൊള്ളാൻ തരും. നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ ആകമൊക്കെ? ഇനി ഇവിടുന്ന് കോയമ്പത്തൂരാണ്ടോ 84 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇന്ന് ലോഡ് ഇറക്കാം. അപ്പോൾ ഇന്ന് ലോഡ് ഇറക്കിയിട്ട് കോയമ്പത്തൂർ നമുക്ക് ലോഡ് ഉണ്ട് കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് ഇഷ്ടംപോലെ ലോഡ് കിട്ടും 6 വീല് വണ്ടിക്ക്. കൂടുതൽ കണ്ടെയ്നേഴ്സിനാണ് ലോഡ് ഉള്ളത്. പക്ഷേ ഓപ്പണിൽ 12 വീലിന് FR8 വഴി കിട്ടത്തില്ല നല്ല വളരെ കുറവാണ്. പക്ഷെ 6 വീല് ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം ലോഡുണ്ട്. അപ്പം നമ്മളെ കോൺടാക്ട് വഴി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതാണ്. അപ്പം ഞാൻ കരുതി എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, നമുക്കത് ചെയ്യാം. പിന്നെ ഇടയ്ക്കൊന്ന് പോയി വണ്ടിയൊക്കെ ഒന്ന് കണ്ട്, ഇന്നിപ്പോൾ വണ്ടി കാണണമെന്ന് വിചാരിച്ചല്ല, ഞാൻ ഇതുവഴി വണ്ടി പോകുന്നറിഞ്ഞപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്ന് വണ്ടി കാണാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒതുക്കാമല്ല, അതുകൊണ്ട് ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് കാറിൽ ഇതിൽ പോയിട്ടേ U-ടേൺ അടിച്ചിട്ട് നമുക്ക് തിരിച്ച് പോവുകയും ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏഷ്യറിന്റെ മെയിൻ എന്ന് വെച്ചാൽ എനിക്ക് ഏഷ്യറിന്റെ ക്യാബിൻ അത്ര എനിക്ക് ഇഷ്ടമല്ല. വണ്ടി നല്ല പവറും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ക്യാബിൻ ഒരു സുഖമില്ലാത്തൊരു ക്യാബിനാണ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടത് ഇതെന്തോ ഇതുള്ളല്ലോ, സെറ്റപ്പാണല്ലോ, ഫുൾ സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നൊന്ന് വണ്ടി കാണിക്കാൻ, നിങ്ങളെ കാണിക്കാം, അതുപോലെ നമ്മളെ വണ്ടിയുടെ ഓണർക്ക് വണ്ടി കാണുകയും ചെയ്യാമല്ലോ. നമ്മൾ വീഡിയോയിലൂടെ കാണുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലുണ്ടെന്ന് തോന്നുന്നു, കാണാൻ വയ്യ, അപ്പുറത്ത് വന്നോ.
ആ പുള്ളി ബാക്കിലുണ്ട്. അപ്പോൾ ഒന്ന് നിർത്താം അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വണ്ടിയുടെ വിശേഷം എന്ന് പറയുന്നത്. എന്തിട്ട് കണ്ണാടിയുടെ നമ്മളെ ബ്രോയുടെ കണ്ണാടിയാണ് കേട്ടോ, കൊച്ചിക്കാരൻ്റെ കൊച്ചി മച്ചാൻ്റെ കണ്ണാടിയാണ്. ആ കൊള്ളാം. പാവാടയും ബ്ലൗസ് ഇട്ടിട്ട് കിളി അല്ലേ, വെറൈറ്റി കിളിയാണ്. കൊള്ളാം, സെറ്റ്. ഒരു ഫോട്ടോ കൂടെ എടുത്ത് വെച്ചേക്കാം ഇങ്ങനെ. ആ ശരി ശരി. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ ബ്രോയ്ക്ക് വണ്ടി കൊടുത്തു കേട്ടോ. ലൈലൻ്റെ സൗണ്ട് വീഡിയോയിൽ കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും കൊള്ളാം, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കൊച്ചു വണ്ടി കേട്ടോ. ചെറിയ ടാങ്കാണ് അല്ലേ, എന്തുകൊണ്ട് ഇത്രയേ ഉള്ളൂ, ചെറിയ ടാങ്ക്, 100 ലിറ്റർ ടാങ്കേ ഉള്ളൂ. അപ്പോൾ വണ്ടി ഇതുകൊണ്ടേ പോകുന്നു. ബൈ. എന്നാ വിട്ടാലോ? അതിനൊക്കെ അങ്ങ് വിഷമം വണ്ടി പോയപ്പോഴത്തേക്കല്ലേ. ഇഷ്ടപ്പെട്ടാ ഇത്? ലൈലൻഡ് നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ആതിരക്ക് ലൈലൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. ഏഷ്യറിന്റെ സ്പേസ് വളരെ മോശമാണ് കേട്ടോ. ഇനി നമുക്ക് അതിലും ചെറിയൊരു വണ്ടിക്കകത്ത് പോവാം, ഏഷ്യർ അല്ലേ, നമ്മുടെ സ്വന്തം വണ്ടി. നമുക്ക് ഇതിലെ തിരിഞ്ഞിട്ട് നമുക്ക് നേരെ എന്താ പറയുക, നേരെ പഴനി വഴി നേരെ കൊടൈക്കനാലിലോട്ട് പോകാം കേട്ടോ. ഇതിലെ പഴനിക്ക് കയറാം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ കയറിയിട്ട് വീണ്ടും പോകാം കേട്ടോ. ഇനി നമ്മൾ കൊടൈക്കനാലിൽ പോകുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഹോം സ്റ്റേയുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഹോം സ്റ്റേയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നാളെ രാത്രി 7:30 ഇടും. നമ്മളെ ഇതിലേ നോക്കിയപ്പം വഴി കണ്ടില്ല, അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ പോയിട്ട് അതിന് മുമ്പ് ഒരു വഴിയുണ്ട്, അതിലെ കൂടെ തിരിഞ്ഞ് നേരെ പഴനിക്കുക അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ കൊടൈക്കനാൽ മല കയറുവാണ് കേട്ടോ. കൊടൈക്കനാലിലോട്ട് മല കയറാൻ തുടങ്ങി. ഇവിടുന്ന് ഇനി ഒരു 50 കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് കൊടൈക്കനാൽ എന്ന് പറയുന്നത്. 50 കിലോമീറ്റർ അകത്തേ കാണത്തുള്ളൂ കേട്ടോ. ഒരു 1.5 മണിക്കൂർ എടുക്കും. കൊടൈക്കനാൽ മല എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്, വത്തലകുണ്ട് വഴിയും പിന്നെ പഴനി വഴിയും. നമ്മളിപ്പോൾ പഴനി വഴിയാണല്ലോ കയറുന്നത്. അപ്പോൾ ഈ പഴനി വഴിയിലുള്ള റോഡിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ റോഡാണ് കേട്ടോ, ചെറിയ റോഡാണ്. പക്ഷെ വത്തലകുണ്ട് റൂട്ടാണെങ്കിൽ റോഡ് പിന്നെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. അതായത് നമ്മൾ കൊല്ലത്തുനിന്നൊക്കെ വരുന്നവരൊക്കെ വത്തലകുണ്ട് വഴി വരും. നമ്മളെ പാലക്കാട് തൃശ്ശൂർ ഭാഗത്തുള്ളവരൊക്കെ, തൃശ്ശൂർ എറണാകുളം അങ്ങോട്ടുള്ളവരെല്ലാം പഴനി വഴിയാണ് വരുന്നത് കേട്ടോ. കൊല്ലം തിരുവനന്തപുരംകാരാണ് കൂടുതലും, കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ടക്കാരൊക്കെയാണ് കൂടുതൽ ഈ റൂട്ട് പ്രിഫർ ചെയ്യുന്നത്. ബസ്സൊക്കെ വരുന്നുണ്ടോ, ചെറിയ സ്പേസേ ഉള്ളൂ, 2 ബസ്സിന് പോകാനുള്ള സ്ഥലം ഇല്ല ഇവിടെ സത്യം പറയാം. അപ്പോൾ നമ്മുടെ ഹൈ റേഞ്ച് ഓട്ടോ ആണ് നമ്മുടെ വണ്ടിയിൽ. ഇവിടെ ഓണടിച്ച് വേണം പോകാൻ, കാരണം ചെറിയ വഴിയാണ്. അങ്ങ് ദൂരെ പഴനി കാണാം അല്ലേ. നമ്മളിപ്പം പോകുന്ന സ്ഥലത്തും നമുക്ക് പഴനി കാണാൻ പറ്റും. ഇപ്പൊ പോകുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാലും പഴനി കാണാൻ പറ്റും കേട്ടോ. അതായത് കൊടൈക്കനാലിൽ നിന്ന് പഴനി കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അല്ലേ. അതൊക്കെ നമുക്ക് ഇപ്പൊ ഇവിടെ നല്ല രീതിയിൽ കാണാം അല്ലേ, കണ്ണിൽ കാണാം, ക്യാമറയിൽ കാണാൻ പറ്റുന്നറിയില്ല. നമ്മളെ പഴനി സ്ഥിരം നമ്മൾ എവിടെ പോയാലും പഴനി കാണും. നമ്മൾ കൂടുതലായിട്ട് പോകുന്ന സ്ഥലമാണ് പഴനി കേട്ടോ. അതില്ലോ അങ്ങനെ നമ്മൾ അതുകൊണ്ട് കൊടൈക്കനാൽ എത്തി കേട്ടോ. കൊടൈക്കനാൽ എത്തിയിട്ട് നമ്മൾ ഇന്ന് താമസിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. ബാക്കി അവിടെ എത്തിയിട്ട് കാണിക്കാം അല്ലേ. കൊടൈക്കനാലിൽ എത്തി കേട്ടോ. കൊടൈക്കനാലിൽ വരുന്ന വഴിയൊന്നും കാണിച്ചില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ താണ്ടെ നമ്മളിവിടെ വണ്ടി ഒതുക്കി, നമ്മളിവിടെ ചെറിയൊരു ബിസിനസ് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളേതാണ്ട് ബാക്കിൽ നമുക്കൊരു ഇതൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇന്ന് നമ്മളൊരു ലോറി വീഡിയോ ഒക്കെ ആയിട്ട് നേരെ കൊടൈക്കനാലിലെത്തി. ഇതാണ് ഏരിയ കേട്ടോ. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഒന്നും പറയുന്നില്ല, നാളത്തെ വീഡിയോയിൽ അല്ലേ, നാളത്തെ വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ രാത്രി 7 മണിക്ക് കാണാം.